പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയല്ല, ആദ്യമായിട്ടുള്ള വീഡിയോ ആണ്. ഇന്ന് നമ്മുടെ പയർ, അല്ലാതെ പയറിന് ഇംഗ്ലീഷ് അങ്ങനെയൊക്കെ പറയും. അപ്പോൾ നമ്മുടെ ചെറുതായിട്ടൊരു പയർ കൃഷി നമ്മൾ ചെയ്തായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്നത്. ആ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. ഇത് നമ്മുടെ ഫിഷ് ടാങ്കാണ്. അതിനകത്ത് സെവറം എന്ന് പറഞ്ഞൊരു മീൻ കിടപ്പുണ്ട്. കാണാനും പറ്റത്തില്ല. അതെ, അപ്പോൾ ഇതാണ് നമ്മുടെ നമ്മൾ ഒരാഴ്ചയ്ക്ക് മുമ്പാണ് നട്ടത്. ഇപ്പോൾ ഇത്രയും വളർന്നിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ഭയങ്കര പഴക്കമായിട്ടുള്ളൊരു ചെടി എടുത്തിട്ട് പോവാം. ഓക്കെ ഗൈസ്, ഇതാണ് ഭയങ്കര പഴക്കമായിട്ടുള്ള ചെടി എന്ന് ഞാൻ പറഞ്ഞത്. ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ളത് ഒരു തുളസി അല്ലല്ലോ, ഞവരയിലയുടെ ചെടിയാണ്. ഇത് ഒരുപാട് ഇങ്ങ് പടർന്ന് കയറുവാണ്. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. വളരുന്നെങ്കിൽ വളരട്ടെന്ന് വിചാരിച്ച്. അപ്പുറത്തൊരു അയ്യം ഉണ്ട് കേട്ടോ. അപ്പുറത്തൊരു അയ്യവും ഇത് ഉണങ്ങിപ്പോയൊരു മുളക് ചെടിയും. അത് മുളകുണ്ടായതായിട്ട് 2-3 വട്ടം ഇതിനകത്തൊക്കെ മുളക് ഉണ്ടായിട്ടുണ്ട്. അരി കൂടുതലില്ലാത്തത് മുളകൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ചെടി വളർന്നതിന് പപ്പ പറഞ്ഞായിരുന്നു കടയിൽ നിന്ന് മേടിക്കുന്ന അങ്ങനെയൊന്നും വളരത്തില്ലെന്ന്. പക്ഷേ നമ്മുടെ ആ പപ്പയുടെ ഒരു ചലഞ്ച് ഒന്ന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു കേട്ടോ. നമ്മുടെ വളർന്നിരിക്കുകയാണ്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ചെടിച്ചട്ടിയാണ്. ചെടിച്ചട്ടി കടയിൽ നിന്ന് മേടിച്ചിട്ട് മണ്ണും പിന്നെ നമ്മുടെ ആട്ടും കാട്ടവും കൂടെ മിക്സ് ചെയ്ത് അതിനോടെ വെച്ച് മുട്ടത്തോടും കൂടെ പൊടിച്ചിട്ടിട്ട് അതിൻ്റെ പുറത്ത് വിതറിയിട്ടാൽ മതി. പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുക. അത്രയേ ഉള്ളൂ. നമ്മളതിൻ്റെ കൂടെ ഈ ഒരു പയറിന് കുടിച്ചിട്ട് രാജമ്മ പയറും കൂടെ ഇട്ടായിരുന്നു കേട്ടോ. പക്ഷേ രാജമ്മ വളർന്നൊന്നുമില്ല, ഇപ്പോഴും അവിടെ തന്നെ കിടക്കുകയാണ്. എന്നാലും നമ്മൾ പയറെന്തായാലും കിളിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഈ 2-3 ദിവസത്തിനുള്ളിൽ അത് കിളിച്ച് കിട്ടിയാൽ മതിയായിരുന്നെന്നാണ് എൻ്റെയും ഒരു ഇത്. അപ്പം നമ്മളിനി നമ്മുടെ വീടിൻ്റെ പുറകുവശത്തോട്ട് പോവുകയാണ്. ഇതാണ് വീടിൻ്റെ പുറകുവശം. ഇവിടെയൊക്കെ വെള്ളമൊക്കെ ലീക്കായി കിടക്കുന്നത് എന്തുവാണെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ആ ഒരു ഞവരയിൽ നട്ടിരിക്കുന്ന സ്ഥലത്തുണ്ടല്ലോ ഒരു പഴയ പട്ടിക്കൂടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആ പഴയ പട്ടിക്കൂട് പൊളിച്ച്, പട്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ടേ ഇപ്പം ആ പൊളിച്ചതിനുള്ള മെറ്റിലും കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ടേക്കുന്നു ഈ ഒരു സ്ഥലത്ത്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് അധികം ആരൊന്നും വരാറില്ല. കാരണം ഇച്ചിരി ജന്തുക്കളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ചിലപ്പോൾ പാതുകാലി വരെ അവിടെ കണ്ടേക്കാം. ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോകുന്ന സ്ഥലം എന്ന് വെച്ചാൽ വീടിൻ്റെ ബാക്ക് വശത്തു നിന്ന് സൈഡിലോട്ട് പോകുന്നൊരു വഴി കേട്ടോ. ഇവിടുന്ന് പോകുമ്പോൾ അതെ, ഇത് തന്നെ ഒരു കപ്പയ്ക്കട തോലിൽ നിന്നുണ്ടായി വന്നൊരു ചെടിയാണ്. അതിനകത്ത് ഇങ്ങനെ പച്ചയായിട്ട് നിൽക്കുന്നതല്ല, ഇത് പഴുത്തൊന്നും വരുന്നില്ല. അഥവാ പഴുക്കുവാണെങ്കിൽ അപ്പം തന്നെ കേടായിപ്പോവും. പിന്നെ അതിൻ്റെ തന്നെ ഇതായിട്ടുള്ള എൻ്റെ കുഞ്ഞെന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഒരു ചെടിയായിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു ആഞ്ഞിലി മരമുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നമ്മുടെ ആസാം മൈതാനത്ത് ഉപരാഷ്ട്രപതി വന്നപ്പോഴേ ഇവിടെ ഹെലികോപ്റ്ററൊക്കെ പോയ ഇവിടെ നല്ല സൂപ്പറായിട്ട് അടുത്ത് കാണാൻ പറ്റുമായിരുന്നു. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഇനി എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാവേ. ഇനിയിപ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ വെള്ളം ലീക്കാകുന്നത് ഇവിടെ സ്ഥിരമുള്ള പരിപാടി. ആരെങ്കിലും ടോയ്ലറ്റിൽ പോകുമ്പോഴേ അവിടുത്തെ വെള്ളം വെച്ചിട്ട് ലീക്കിങ്. ആ വെള്ളം പിന്നെ ബക്കറ്റിൽ തുറന്ന് വിട്ടാലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതാണ് മെയിൻ പ്രശ്നമെന്ന് പറയുന്നത്. ഇതൊരു മമ്മട്ടിയാണ്. പിന്നെ ഈ സെവറം എന്ന് പറഞ്ഞ മീൻ മാത്രമല്ല, നമുക്ക് ഗപ്പി ഫിഷൊക്കെ ഉണ്ട് കേട്ടോ. ഗപ്പിയൊക്കെ കുറേ കുഞ്ഞുണ്ടായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ നല്ല സാമ്പ്രാണിക്കോടി പോയപ്പോൾ അവിടെ നിന്ന് മേടിച്ചാണ് നമ്മുടെ ഗപ്പി. ആ ഗപ്പി എന്തായാലും വളർന്നിട്ടുണ്ട്. അതിന് ഫുഡ് കൊടുക്കുന്നത് നമ്മുടെ ഫിഷ് ഫുഡാണ്. ആ ഗപ്പി വളർന്നപ്പോൾ പിന്നെ എനിക്ക് അതങ്ങ് ഇതായി മാറി. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് ഫുഡ് എപ്പോഴും കൊടുക്കണം എന്ന് പറയുന്നത്. ഗപ്പി അങ്ങനെ ഒരുപാട് കുഞ്ഞുള്ളപ്പോഴേ ഇപ്പം എപ്പോഴും കുഞ്ഞു കൊടുക്കണം. ഇപ്പം നമ്മുടെ ഗപ്പിയെ കാണിച്ചു തരാൻ പോവാണ്. നമ്മളിവിടെ
നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഫിഷ് ടാങ്കിൽ ഇവിടെ നമ്മുടെ വാട്ടർ ലില്ലിയൊക്കെ വെച്ചിട്ടുണ്ട് ഒരു ചട്ടിക്കകത്ത്. ഇവിടെ കുഞ്ഞും ഗപ്പിയൊക്കെ ഉണ്ട്, കാണിച്ചു തരാം. ഓടി വാ. അപ്പോൾ കണ്ടില്ലേ ഗൈസ്, നമ്മൾ കാണിച്ചതിനകത്ത് ആ ചട്ടിക്കകത്തോട്ട് ചെറുതായിട്ടൊന്ന് നോക്കിയ വാട്ടർ ലില്ലിയുടെ അല്ല വേര് നമുക്ക് ചെടിയായിട്ട് കിട്ടിയില്ല. അതിൻ്റെ ആ വേരൊരു കിഴങ്ങ് പോലെ ഇരിക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് മാത്രമേ നമ്മൾ വെച്ചോളൂ. മെനഞ്ഞാന്ന് മൺഡേ ഒക്കെ ആണെന്ന് തോന്നുന്നു, ഇന്ന് തേഴ്സ്ഡേ ആണല്ലോ, അപ്പോൾ മൺഡേ ഒക്കെ ആണെന്ന് തോന്നുന്നത് വെച്ചത്. ആ കിഴങ്ങ് ഇപ്പോൾ ഒരു ലീഫായി മാറിയിട്ടുണ്ട്. ഇനി ഒരുപാടങ്ങ് കിളിക്കുമ്പോൾ ആ ഒരു ലീഫ് ഇനി മുകളിലോട്ട് വാട്ടറിൻ്റെ പുറത്തിങ്ങനെ കിടക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ തീർന്നിരിക്കുകയാണ്. ബൈ ബൈ, ടാറ്റാ. അപ്പോൾ നാളെ നമ്മൾ വീണ്ടും വരും പുതിയൊരു വീഡിയോ ആയിട്ട്. പിന്നുണ്ടല്ലോ ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ പൈപ്പ് ഉണ്ടോ, ഈ പൈപ്പിലൂടെ എന്തൊക്കെയാണ് വരുന്നതെന്നറിയാമോ? ഈ മണ്ണ് വെള്ളം ഉണ്ടല്ലോ, അതായത് ചെളിവെള്ളം, ആ ചെളിവെള്ളം എല്ലാം ദേ ഈ പൈപ്പിൽ കൂടെ വരുന്നത്. കാരണം ഇത് മുകളിലോട്ട് ടെറസിലോട്ടങ്ങ് പോവുകയാണ്. അവിടെ ഉള്ള വെള്ളം ഇവിടോട്ടാണ് വരുന്നത്. അപ്പോൾ ദേ ഇവിടെയാണ് വീഴുന്നത്, ഇവിടെയാണ് വെള്ളം. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.